ഞാനിന്ന് രാവിലെ തന്നെ പ്രദീപിനെയും കാത്ത് നിൽക്കുകയാണ്. പ്രദീപ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ വണ്ടിയിലേക്ക് ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മെറിഡോർ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് മരുതൂര്. ഞാനിന്ന് രാവിലെ തന്നെ പ്രദീപിനെയും കാത്ത് നിൽക്കുകയാണ്. പ്രദീപ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ വണ്ടിയിലേക്ക് ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടിയിൽ ഒരു കമ്പ്യൂട്ടർ UPS ഉണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ വിട്ടായിരുന്നു. കമ്പ്യൂട്ടർ UPS വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്യിപ്പിച്ചായിരുന്നത്. അപ്പോൾ അതിൽ 250 വാട്ട് നമുക്ക് ഔട്ട് കിട്ടുള്ളൂ. നമ്മളൊരു വേറൊരു പ്ലാനിങ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഇഞ്ചക്ഷൻ കുക്കർ വെക്കുക എന്നുള്ളതാണ് പ്ലാനിങ്. അപ്പോൾ അതിന്റെ ഔട്ട് ആ ഇഞ്ചക്ഷൻ കുക്കറിന് വേണ്ട പവർ താങ്ങുന്ന തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യുക. അതായത് 1000 വാട്ട്സിന്റെ ഒരു ഇൻവെർട്ടർ. നമുക്കറിയാം 1000 മറ്റേ ഇഞ്ചക്ഷൻ കുക്കർ സാധാരണ നല്ല പവർ കൂടിയതാണ് വരുന്നത്. പക്ഷെ നമുക്ക് പവർ കുറഞ്ഞ അത്ര തന്നെ പവർ എടുക്കാത്ത ഒരു 500-നും 800-നും ഇടയ്ക്ക് പവർ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ കുക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യിപ്പിക്കലാണ് പ്ലാനിങ്. അപ്പോൾ അതിന്റെ വീഡിയോ അല്ല, ഇഞ്ചക്ഷൻ കുക്കറിന്റെ വീഡിയോ അല്ല നമ്മൾ ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ആ ഇൻവെർട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക. കാരണം നമ്മുടെ പട്ടാമ്പി ഇപ്പോൾ ലോക്ക്ഡൌൺ ആയത് കാരണം പല സാധനങ്ങളും കിട്ടാനില്ല. നമുക്ക് 1000 വാട്ട്സിന്റെ ഇൻവെർട്ടറിന് നമ്മൾ തിരഞ്ഞിറങ്ങിയിട്ട് നമുക്ക് ബോർഡ് കിട്ടിയത് 500 വാട്ട്സിന്റെ പവർ തരുന്ന മറ്റേ ഇൻവെർട്ടറിന്റെ ബോർഡാണ് കിട്ടിയത്. അപ്പോൾ ആ 500 വാട്ട്സിനെ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് 1000 വാട്ട്സിലേക്ക് ആക്കി മാറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വലിയ ഇൻവെർട്ടർ വെക്കാനുള്ള സ്ഥലമില്ല. ശരിക്കും 1000 വാട്ട്സിന്റെ എന്നൊക്കെ പറയുമ്പോൾ വലുത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനം അതിൽ വെക്കണില്ല കേട്ടോ. പിന്നെ ഈ 1000 വാട്ട്സിന്റെ അത്രയും വലിയ ഇൻവെർട്ടർ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, നമ്മൾ ചെറിയൊരു കമ്പ്യൂട്ടർ UPSന്റെ ബോക്സിലേക്ക് നമ്മൾ ഈ ഇൻവെർട്ടറിനെ വെക്കുകയാണ്, ഫിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ചെറിയ UPSന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ സെറ്റിംഗ്സ് ഒക്കെ വെക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതിന് ഫാനോ കാരണം ചെറിയ UPSന്റെ ബോക്സാണിത്. അപ്പോൾ അതിൽ ഫാനിൻ്റെ അല്ലെങ്കിൽ ബാക്കിലേക്ക് കൊടുക്കേണ്ട സ്വിച്ച് ബോർഡിൻ്റെ ഒന്നും തന്നെ കണക്ഷൻ വെച്ചാൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫാന് വയ്ക്കാൻ വേണ്ടി റൗണ്ടിൽ കട്ട് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രദീപാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല മഴയായത് കാരണേ നമുക്ക് വേണ്ട രീതിയിൽ ശബ്ദം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ശബ്ദം പിന്നീട് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഫാനിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തു. പിന്നെ ആ ഫാന് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 മൂലയ്ക്കിലും നമ്മൾ ഓരോ ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ഓരോ ഹോളുകൾ ഇട്ടിരിക്കുകയാണ്. ആ ഫാൻ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 4 മൂലയ്ക്കിൽ നമ്മൾ ആ ഫാൻ വെച്ചുകൊണ്ട് അളവെടുത്തുകൊണ്ട് നമ്മൾ 4 ഹോൾ ഇട്ട് വെച്ചു. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്വിച്ച് ബോർഡ് വെക്കണം. അതായത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഒരു പവർ പ്ലഗ് കൊടുക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും പുറത്ത് വല്ല ക്യാമ്പിംഗ് ഒക്കെ നടക്കുമ്പോൾ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ പ്ലഗ് കൊടുക്കണം. അതിൻ്റെ കട്ടിങ്ങാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ പ്ലഗ് പുറത്തേക്ക് ഇടുകയും ചെയ്യും. ഇത് മോസ്ഫെറ്റ് ആണ്, കാണാണ്ട് ആ കറുപ്പ് കളർ സാധനം. അത് 6 എണ്ണം ഒരു ബോർഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞു 500-ന്റെ ബോർഡാണ്. അപ്പോൾ ലോക്ക്ഡൌൺ കാരണം നമുക്ക് 500-ന്റെ ബോർഡാണ് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മോസ്ഫെറ്റ് ഈ 6 എണ്ണം മാറ്റിയിട്ട് പകരം പവർ കൂടി, അതായത് 250, അത് 100-ന്റെയാണ്, ഇത് 250 തരുന്നതാണ്. കാരണം നമുക്ക് 1000 കിട്ടണം. അപ്പോൾ 1000 കിട്ടാൻ വേണ്ടിയിട്ട് 250-ന്റെ 6 എണ്ണമാണ് വെക്കണത്. അപ്പോൾ 250 പവർ കൂടുക. കാരണം നമ്മൾ സാധാരണയായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യുമ്പോൾ പവർ കൂടുതൽ ഇടുക ചെയ്യുക. കാരണം ഇത് വോൾട്ടേജ് എടുക്കുമ്പോൾ സമയത്ത് പവർ ഒന്ന് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോസ്ഫെറ്റ് നമ്മൾ അധികം ഇടും. അപ്പോൾ നമ്മൾ 6 എണ്ണമാണ് അതിലുള്ളത് മാറ്റിയിട്ട് ഈ 6 എണ്ണം കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാണ്ടാവും സാധനം ഒന്നും കൂടി വലുതാണ്, പവർ കൂടുതൽ കിട്ടുന്നതാണ്. ആ ഉള്ള 6 എണ്ണം മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് വെക്കണം. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമുക്ക് മാറ്റുന്ന സാധനം ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ്. കാണാണ്ടല്ലോ, വളരെ ചെറിയ കനം കുറഞ്ഞൊരു ഹീറ്റ് സിങ്ക് ആണ്. നമ്മൾ ആ ഹീറ്റ് സിങ്ക് മാറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടി കട്ടി കൂടിയ ഹീറ്റ് സിങ്ക് വെക്കുകയാണ്. ഇതാകുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് കൂളിംഗ് കിട്ടും, ഒരു വായു സഞ്ചാരം കൂടുതൽ കിട്ടുന്നതാണിത്. അപ്പോൾ നമ്മൾ ഇത് അയക്കി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചിപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് സാധനം കിട്ടണതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് ആ മോസ്ഫെറ്റ് ഇതിൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ഹോളുകൾ ഇതിലിടുകയാണ്. ഈ സാധനത്തിന് ഐ ക്ലാമ്പ് എന്നാണ് പറയുക. 2 മോസ്ഫെറ്റിന് ഒരു ഐ ക്ലാമ്പ് എന്നുള്ള തരത്തിലാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് അതിൽ പതിഞ്ഞിരിക്കണം. കാരണം നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ആ മോസ്ഫെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മറ്റേ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ ഉറച്ചു നിൽക്കണം. ഈ 2 ഭാഗത്തായിട്ട് നമ്മൾ ഓരോന്ന് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ മോസ്ഫെറ്റ് എത്ര ഐക്ക് പതിഞ്ഞിരിക്കുന്നോ അത്രയും ആ മോസ്ഫെറ്റിൻ്റെ ചൂട് മുഴുവൻ ഈ ഹീറ്റ് സിങ്ക് വലിച്ചെടുക്കും. ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലത്തെ ചൂട് ആ ഫാനും വലിച്ചെടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണ് അത് വരിക. 2 മോസ്ഫെറ്റിന് ഒരു ഐ ക്ലാമ്പ് എന്നുള്ള തരത്തിൽ വരും. അങ്ങനെ 3 എണ്ണം ആ മറ്റേ ബോർഡുമ്പോൾ കാണാൻ നമ്മൾ 3 ഹോളുകളാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇനി അത് വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ആ മോസറ്റ് ഇപ്പോൾ ഉള്ള മോസറ്റിനെ അതിന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പവർ കൂടി ഒന്നും കൂടി കൂടുതൽ വോൾട്ട് തരുന്ന മോസറ്റ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ വെക്കണം. ആ ഭാഗങ്ങളിൽ നമുക്ക് എന്നിട്ട് അതിനെ സ്ക്രൂ ചെയ്തിട്ട് ഉറപ്പിച്ച് അതിൻ്റെ മുകളിൽ പതിച്ച് നിർത്തണം. അപ്പോൾ പ്രദീപ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾ ഇടണം. ആ മോസറ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ, ഐ ക്ലാമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ അതിലിടുകയാണ്. 3 ഹോളുകൾ ഏതാണ്ട് നമ്മൾ ഒരു അങ്ങോട്ട് നേരെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഹോൾ എത്തുന്ന തരത്തിലാണ് അടിക്കുന്നത്. നമുക്കിട്ട് പിന്നിന്ന് ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സൈഡിൽ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബോർഡ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ബോർഡും ഹീറ്റ് സിങ്കും കൂടി ഒരു പിടുത്തണ്ടായിക്കോട്ടെ, അത് അല്ലെങ്കിൽ ആ മോസറ്റിൻ്റെ മുകളിൽ മാത്രമാകും പിടുത്തം, അതിന് പകരം ആ ബോർഡും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് വെക്കുകയാണ്. അത് ഏതാണ്ട് നമ്മളൊരു 1.5 ഇഞ്ചോളം താഴത്തേക്ക് ഇതുകൊണ്ട് തുളച്ചിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു എഡ്ജിൽ വേണമായിരുന്നു നമുക്ക് ആ ഹോൾ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പ്രദീപ് അത് ഒരുവിധം തുളച്ച് തന്നിട്ടുണ്ട്. ഏതാണ്ട് 1.5 ഇഞ്ചോളം താഴ്ത്തിയിട്ടാണ്, കാരണം ആ ബോൾട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ചെയ്തത്. ഇനി നമ്മൾ ആ ബോർഡിൽ വർക്ക് ചെയ്യാണ്. ആ ബോർഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ ആ മോസറ്റുകളൊക്കെ ഊരി കളഞ്ഞു. ഇപ്പോൾ അവിടെ കാണാൻ മോസറ്റ് കാണില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഇത് ചെറിയ ഇപ്പോൾ അതിന് ഊരിയിട്ട മോസറ്റുകളാണ് ഈ കാണുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വലുത് കൊടുക്കുകയാണ്. അതിന് ഊരി എടുത്ത 6 എണ്ണമാണ് അവിടെ. ഇനി ഈ 6 എണ്ണം മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് വലിയ മോസറ്റ് 6 എണ്ണം കൊടുക്കുകയാണ്. അവിടെ അതിൻ്റെ പിൻഭാഗം ക്ലീൻ ചെയ്തു. മറ്റേത് ലെഡിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ബാക്കും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ അതിൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മറ്റേതിനേക്കാൾ ഒന്നും കൂടി വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കണ്ട അതിലേക്ക് കൊള്ളില്ല. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കാല് ബെൻഡാക്കിയിട്ട് ഏകദേശം ഞങ്ങൾ ഇങ്ങനെ വെക്കും. ഒന്ന് ബെൻഡാക്കിയിട്ട് അത് വെച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ 6 എണ്ണവും അതിൽ കുടുക്കിയിട്ട് സോൾഡർ ചെയ്യണം. 6 എണ്ണത്തേക്കും കൊടുക്കണം. ആ ചെറുത് അവിടെ കാണാം, ചെറുതും വലുതും നമ്മൾ കണ്ട ആ ചെറുതുകളും അവിടെ കാണാം. ചെറുതൊക്കെ ഊരിയിട്ടു, 6 എണ്ണം ഊരിയിട്ടു. 6 എണ്ണം ഊരിട്ടിട്ട് നമ്മൾ ഇനി ചെയ്യണത് വലുത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം എന്നാലേ നമുക്ക് വേണ്ട രീതിയിലുള്ള പവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 6 എണ്ണവും കുടുക്കി. ആ ബോർഡ് കണ്ട ആ മൂലയ്ക്കൽ കണ്ടില്ല, ആ സ്ക്രൂവും ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്തുകൊണ്ട് ആ ബോർഡ് അതിൻ്റെ മുകളിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ഐ ക്ലാമ്പ് കൊടുക്കണം. നമ്മൾ നേരത്തെ അളന്ന് വെച്ച ഐ ക്ലാമ്പ് കൊടുക്കലാണ് പരിപാടി. അത് കാണാം, ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ കണ്ടില്ലേ, ഗ്യാപ്പ് കണ്ടില്ല, അത് അതിൻ്റെ മുകളിൽ പതിഞ്ഞിരിക്കണില്ല. അതിൻ്റെ മുകളിൽ പതിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ മുകളിലത്തെ ചൂട് മുഴുവൻ അതിക്ക് പോകുള്ളൂ, ആ ഹീറ്റ് സിങ്കിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഹീറ്റ് സിങ്കിലേക്ക് ആ ചൂട് മുഴുവൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ക്ലാമ്പ് ഇങ്ങനെ രണ്ടിൻ്റെയും സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂ ചെയ്തുകൊണ്ട് അതിൻ്റെ നടുക്കിലേക്ക് അതിനെ പിടിച്ച് വെക്കും. ഒന്നും കൂടി നമുക്ക് മറ്റേ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, അത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളിത് ഡയറക്റ്റ് കൊടുക്കുകയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും ശ്രമകരമായൊരു പരിപാടിയായിരുന്നു അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ സ്ക്രൂ ചെയ്യുക എന്നുള്ളത്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടി. കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ പിടിക്കാനുള്ളൊരു ഗ്യാപ്പും കൂടി അതിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഒരുവിധമൊക്കെ അയക്കാൻ 3 എണ്ണവും ഒരുവിധം ബോൾട്ട് ചെയ്തു. അങ്ങനെ മോസറ്റ് 3ഉം അതിൻ്റെ മുകളിൽ പതിഞ്ഞ് കിടക്കുന്ന തരത്തിൽ നമ്മൾ ബോൾട്ട് ചെയ്തുകൊണ്ട് വെച്ചു. കാരണം അത് പതിഞ്ഞിരിക്കണം, എത്ര നമുക്ക് ഗ്യാപ്പ് ഇടാത്ത രീതിയിൽ വേണം നമുക്ക് വെക്കാൻ. അത് കണ്ട കയ്യിൽ പിടുത്തം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു എന്തായാലും പറയുക, ഒരു തരം കൊടില് പോലത്തെ ഒരു സാധനമൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല, കാരണം എത്ര പതിഞ്ഞിരിക്കണോ അത്രയും നമുക്കത് ഉപകാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയായാലും നമുക്ക് കാര്യം നടക്കണ്ടേ. അപ്പോൾ നമ്മൾ സാധനം ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിയിട്ട് സംഭവം അവിടെ ഫിറ്റ് ചെയ്തു. 6 മോസറ്റും അതിൻ്റെ മുകളിൽ ഉറച്ച് തന്നെ, അതായത് പതിഞ്ഞ് തന്നെ ഇരിക്കുന്ന രീതിയിൽ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ ആണ്. ഇത് 1000 വാട്ട് ഔട്ട് കിട്ടണതാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ നല്ല കനാണ്, നമുക്ക് കാണാം. ആ ഒരു സൈഡിൽ കൂടെ കൊള്ളണില്ല കേട്ടോ. അത് പിന്നെ അവസാനം തിരിച്ചു വെക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ആ ബോർഡ് കുറച്ച് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോർഡ് പിന്നീട് വെക്കാൻ വേണ്ടിയിട്ട് സാധനം തിരിച്ച്, കാരണം അവിടെ കുറച്ച് വലിപ്പക്കുറവുണ്ട്, അവിടെ വെച്ചു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബോക്സ് അല്ല, അത് വേറെ ഒന്നിൻ്റെ ബോക്സാണ്. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതിൻ്റെ അളവ് നോക്കി സാധനങ്ങൾ എടുത്താണ്, കറക്റ്റ് അളവാണ്, വല്ലാതെ ഗ്യാപ്പ് ഇല്ല അവിടെ കാണാണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വെച്ച് അങ്ങോട്ട് അടുപ്പിച്ച് വെക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത് അവിടെ സെറ്റ് ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീക്കി വെക്കണത്. കാരണം അവിടെ നമുക്ക് ആ ഫാനിനും ബോർഡിനും വേണ്ട സ്ഥലം, കാരണം ഫാനിൻ്റെ അടുത്ത് തന്നെ ബോർഡും വരണം. അപ്പോൾ നമ്മൾ ബോർഡിനെ അങ്ങോട്ട് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് വെച്ചു. നല്ല വെയിറ്റ് ആണത്. നമുക്ക് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊന്നും എന്താ പറയുക, ഒറ്റ കൈ കൊണ്ടൊന്നും അങ്ങനെ പൊന്തിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിട്ടു വെച്ചു. കാരണം അവിടെ പ്ലഗ് വരും, പിന്നെ ബോർഡ് വരും, അവിടെയാണ് ആ ബോർഡ് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് ആ ബോർഡ് വരിക, പിന്നെ ആ ഫാന് വരും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യണം.
അപ്പോൾ കുറച്ച് വിട്ടിട്ടാണ് വെക്കേണ്ടത്. ഏകദേശം കണ്ടില്ലേ, ആ ഫാനിൻ്റെ അടുത്ത് ഫാനിനോട് ചേർന്നിട്ട് തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ മറ്റേ ഹീറ്റ് സിങ്ക് ആ ഫാനിൻ്റെ തൊട്ടടുത്ത് വരണം. ആ ഹീറ്റ് എപ്പോഴും ഫാനിന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. ആ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലത്തെ തണുപ്പാണ് മറ്റേ ചൂടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഫാൻ എപ്പോഴും പുറത്തേക്ക് തള്ളണം. അപ്പോൾ അത് രണ്ടും അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് നീക്കി ഒന്ന് മുന്നിലേക്ക് ആക്കിയിട്ട് വെച്ചു. ഇത്ര വിട്ടിട്ടാണ് നമ്മൾ വെക്കുക. എന്താ വെച്ചാൽ വല്ലാതെ അതിൻ്റെ അടുത്ത് വെക്കാനും പാടില്ല, കാരണം അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ചൂട് ആ ബോർഡിലേക്ക് തട്ടും, അതും പ്രശ്നമാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ബോർഡിനെ കുറച്ച് വിട്ട് വെക്കണം. അപ്പോൾ നമ്മളിനി അത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഫാൻ ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം ഫാനിൽ ചുവപ്പ് വയറും കറുപ്പ് വയറും കാണാം. സാധാരണ നമ്മൾ അപ്പുറം ഇപ്പുറം തിരിച്ചു കൊടുക്കാറുണ്ട് ഫാൻ മാറി തിരിയാൻ വേണ്ടിയിട്ട്, പക്ഷേ ചെയ്യരുത്, കാരണം അതിൻ്റെ ഉള്ളൊരു ബോർഡ് ഉണ്ട്, ആ ബോർഡ് കേടുവരും. അപ്പോൾ ചുവപ്പ് പ്ലസിലേക്കും കറുപ്പ് മൈനസിലേക്കും തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് കാറ്റ് എവിടേക്കാണ് വരണതെന്ന് നോക്കി, അപ്പോൾ മനസ്സിലായി കയ്യിൻ്റെ ഉള്ളിലേക്കാണ്. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്, ഈ കറുപ്പും ചുവപ്പും വരുന്ന തരത്തിൽ കൊടുക്കരുത്. നമുക്ക് ചുവപ്പ് പ്ലസിലും കറുപ്പ് മൈനസിലും വരുന്ന തരത്തിൽ വേണം കൊടുക്കാൻ. അപ്പോൾ എവിടെയാണ് കാറ്റടിക്കുന്നത് നോക്കി ആ ഭാഗം നമ്മൾ എന്താ വെച്ചാൽ പുറത്തേക്ക് വരുന്ന തരത്തിൽ വേണം ചെയ്യാൻ. കാരണം കാറ്റടിക്കുക നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പച്ച കളർ സ്റ്റിക്കർ ഉണ്ടാകും അവിടെ അധികം, അവിടെയാണ് കാറ്റടിക്കുക. അതായത് എൻ്റെ കയ്യിൻ്റെ ഉള്ളിലേക്കാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഉൾഭാഗത്തായി വെച്ച ഭാഗം വേണം പുറത്തേക്ക് വരാൻ. അതായത് ആ പച്ച സ്റ്റിക്കറുള്ള ഭാഗം വേണം പുറത്ത് വരാൻ വേണ്ടിയിട്ട്, ബോക്സിൻ്റെ പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ വേണം കൊടുക്കാൻ. ഇങ്ങനെ കൊടുത്താലാണ് അതിൻ്റെ ഉള്ളിലുള്ള കാറ്റിനെ എന്ത് ചെയ്യുള്ളൂ, അത് പുറത്തേക്ക് തള്ളുള്ളൂ. അത് വെച്ച് നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് കാറ്റ് വലിക്കുക, അത് പറ്റില്ല. നമുക്ക് തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ തന്നെ വേണം കൊടുക്കാൻ. അളവ് നോക്കി കട്ട് ചെയ്തതൊക്കെ കറക്റ്റാണ്. പിന്നെ അത് അതേപോലെ തന്നെ നെറ്റും കൊടുക്കണം. നെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെറ്റ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ പ്രാണികളൊന്നും വല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, ചെറിയൊരു പ്രാണി എന്നാലും വരും, എന്നാലും ഒരുവിധം വലിയ പ്രാണികളുടെ ഒന്നും ശല്യം അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് അടിക്കണത്. അപ്പോൾ ഈ നെറ്റ് അടക്കം കൂട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ നമ്മൾ ചെറിയ ബോൾട്ട് ഇട്ടാണ് ചെയ്യണത്, 8 ബോൾട്ട് തന്നെ ചെയ്യണത്. കാരണം വണ്ടി ആയതുകൊണ്ട് സ്ക്രൂ വേണ്ടാന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അവിടെ കിട്ടണില്ല. അപ്പോൾ നമ്മളൊരു വാഷർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു വാഷർ ഇട്ടുകൊണ്ടാണ് പിന്നെ അതിനെന്ത് ചെയ്ത് അതിനെ അവിടെ ഉറപ്പിക്കണത്. അങ്ങനെ നമ്മൾ അത് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫാനും കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വെക്കാൻ പോകേണ്ടത് അതിനൊരു സ്റ്റാൻഡാണ്, കാണാണ്ടാവും 4 റബ്ബറിൻ്റെ. കാരണം വണ്ടിയിലല്ല, അപ്പോൾ ഒന്ന് ഉയർന്ന് നിന്നോട്ടെ, പിന്നെ ചാട്ടം കളി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബോഡിയിലേക്ക് തട്ടണ്ട വെച്ചിട്ട് നമ്മൾ 4 സ്റ്റാൻഡ്, അതായത് 4 റബ്ബർ ബുഷ് അതിൻ്റെ അടിയിൽ നമ്മൾ സ്ക്രൂ ചെയ്തുകൊണ്ട് വെക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കടകളിൽ ലഭ്യമാണ് കേട്ടോ, ഈ സാധനങ്ങളൊക്കെ കടകളിൽ കിട്ടും. നമ്മളെന്ന് വെച്ചാൽ ഇതിന് മാത്രമല്ല ഒരു എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഈ റബ്ബറിൻ്റെ സാധനങ്ങളൊക്കെ. ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്രൂ ചെയ്ത് അതിനെ ഉറപ്പിക്കുകയാണ്. കാരണം ഒന്ന് നിലത്തായിട്ടുള്ള ഒന്ന് വൈബ്രേഷൻ കുറയുകയും ചെയ്യും, പിന്നെ ഒന്ന് പതിഞ്ഞിരിക്കുകയും ചെയ്തോളും. അപ്പോൾ അത് 4 കൊടുത്തു, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് നിലത്ത്. ആ ബോഡിയിൽ നിന്ന് ഒന്ന് വിട്ടിരിക്കുകയും ചെയ്തു, ചെറിയൊരു ഗ്യാപ്പ് കിട്ടും ചെയ്തു, ഞാൻ എങ്ങാനും വെള്ളം കയറിയാലും എന്താവാൻ വേണ്ടിയിട്ട്. ഇതൊരു ക്ലാമ്പാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ ഒരു ബോർഡ് ചെയ്തുവല്ലോ, ആ ബോർഡിനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കേസിൻ്റെ മുകളിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ബോർഡിനെ ആ കേസിൻ്റെ മുകളിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ സൈഡ് നമ്മൾ ബോർഡിൻ്റെ മുകളിലേക്കും ഇതാകണ്ട ഇങ്ങനെ ഈ തരത്തിൽ നമ്മൾ ആ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഒരു സൈഡ് ഹീറ്റ് സിങ്കിൻ്റെ മുകളിലേക്ക് 2 ബോൾട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് അതിനെ. മറ്റേ അപ്പുറത്ത് കാണുന്ന സൈഡ്, അതായത് നേരെ അതിൻ്റെ അപ്പുറത്ത് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം നമ്മൾ ആ കേസ്, നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ കേസ് ഉണ്ടല്ലോ, ആ കേസിൻ്റെ മുകളിലേക്കും കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ബോർഡ് അതിൻ്റെ മുകളിൽ ഉറച്ച് കിടന്നോളും, പിന്നെ എങ്ങനെ ഇളകൊന്നുമില്ല, സ്ട്രോങ് ആയി കിടന്നോളും. നമ്മൾ 2 ബോൾട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അതിനെ ഉറപ്പിക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ കൊടിൽ, കാരണം വളരെ ചെറിയൊരു ഞെട്ടും ബോൾട്ടോ ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണില്ല. മറ്റേ അതിൻ്റെ ഞെട്ടും ബോൾട്ടും സാധനങ്ങളൊന്നും ഇല്ല, സ്പാനറൊന്നും ഞങ്ങളുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ കൊടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അത് നല്ലോണം ഉറപ്പിച്ച് വെച്ചു, കാരണം അത് ആടാൻ പാടില്ല, ആടി കഴിഞ്ഞാൽ ബോർഡിന് വരെ പ്രശ്നം വരും. അപ്പോൾ നമ്മളത് ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അപ്പുറത്തെ സൈഡ് ബോർഡിലേക്ക് ഉറപ്പിക്കുക. നമ്മൾ ഒന്നിൽ ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത്, അപ്പോൾ ഒന്നിലൊരു ബലം പോരാ. അപ്പോൾ നമ്മൾ ഒരു ഹോളും കൂടി ഇട്ടിട്ട് 2 ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബോർഡിനെ നിർത്തുകയാണ്. അതേ അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കേസിൻ്റെ മുകളിലും നമ്മൾ 2 തുളകളൊക്കെയാണ്. 2 ഹോൾ അവിടെ കാണാം, ആ 2 ഹോൾ ഇട്ടിട്ട് നമ്മളത് അവിടെ ഉറപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഇതിന് 4 തുള വളച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമറും നമ്മൾ ഉറപ്പിച്ചു. ലേശം കണ്ട ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ചത്, കാരണം ഇതിൻ്റെ ചൂട് അങ്ങോട്ട് വല്ലാതെ എടുക്കരുത്, വല്ലാതെ മുട്ടിയിരിക്കാൻ പാടില്ല. മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ചൂട് എന്ത് ചെയ്യും, ബോർഡിലേക്ക് എടുക്കും, അത് ബോർഡ് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയാവും. നോക്കുക, നേരെ ആ മറ്റേ ഹീറ്റ് സിങ്ക് വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു. ഇത് 2 വയറ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ പവർ പ്ലഗ് വെച്ചിട്ടുണ്ട്. ആ പവർ പ്ലഗ് ഞാൻ പറഞ്ഞ നേരത്തെ ലോക്ക്ഡൗൺ ആണ് പറഞ്ഞത്, അപ്പോൾ പവർ പ്ലഗ് ഒന്നും കിട്ടാനില്ല ഇവിടെ, പട്ടാമ്പി ഒന്നും കടകളെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പഴയൊരു പവർ പ്ലഗ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മറ്റേ ബോർഡ് മാറ്റിയപ്പോൾ ഊരി വെച്ചതാണത്. അപ്പോൾ അതിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ആ 2 വയറ് നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ്.
ഒരു വയർ ശരിക്കും കറുപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് പറയാം. പക്ഷെ നമ്മളടുത്ത് ചുവപ്പ് വയറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒറ്റ തന്നെ കൊടുത്തു. ഇനി എൻ്റെ എൻഡ് കട്ട് ചെയ്യണം. എൻഡ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ആ ബോർഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോറി, ബോർഡിലേക്കല്ല, നമുക്ക് അതിൻ്റെ എൻഡിക്ക് വേണം കൊടുക്കാം കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ എൻഡിക്ക് വേണം. കാരണം അവിടെയാണ് നമുക്ക് വേണ്ട കറണ്ട് കിട്ടുക. 250 ഇത് അവിടെയാണ് നമുക്ക് കിട്ടുക. ഒന്ന് ന്യൂട്രും പിന്നെ ഒന്ന് 250 ഇതിക്ക് നമുക്ക് അത് വേണം കൊടുക്കാൻ. പിന്നെ അതും തന്നെ നമുക്ക് എന്ത് ചെയ്യണം, 2 വയർ പുറത്തേക്കിടും വേണം. കാരണം നമ്മുടെ വണ്ടിയിൽ വർക്കാവുന്ന ടി വിക്ക് ഇതൊക്കെ വേണ്ടിയിട്ട് അത് ഇന്ന് കൊടുക്കാനുള്ളതാണ്. അത് ആ ബോർഡിൽ നിന്നും നമ്മുടെ ബോർഡിൽ നിന്നുള്ള വയറും കൊടുക്കണം അതിക്ക്. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുറത്തുനിന്ന് കൊടുക്കണ പ്ലസ്സും. ആ സെൻറ്ററിൽ 2 പിന്ന് നിൽക്കുന്നത് കാണാം. അതിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ബാറ്ററി വയറാണ്. ഇതിപ്പോൾ ബോർഡിൽ നിന്ന് 2 വയറുകളുണ്ട്. ഒരു വയർ നമ്മൾ അവിടെയും കൊടുക്കും. പിന്നെ അത് ഒരു വയറും കൂടി ഉണ്ട്. ആ വയർ നമ്മൾ ഈ എൻഡിൽ കാണുന്ന കമ്പിയുടെ മുകളിലും കൊടുക്കുക. ഒന്നുകൂടി വലുതാക്കാണ്ട്, ഒന്നും കൂടി ജോയിൻ്റ് അടിച്ച് വലുതാക്കേണ്ടത്. പിന്നെ സെൻറ്ററിൽ കാണുന്ന 2 നമ്മൾ ബാറ്ററിയുടെ വയറും കൊടുക്കും. കാണിച്ചു തരാം. അത് അതിൻ്റെ എർത്താണ്. അത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിക്കാണ് കൊടുക്കുക. അത് ആ ബോർഡിൽ നിന്ന് പോകുന്ന എർത്താണ്. അത് ന്യൂട്രാണ് എർത്ത്. ആ എർത്ത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. അത് ഫാനിൻ്റെ വയറാണ് ആ കാണുന്നത്. ഫാനിൻ്റെ വയർ ബോർഡിലേക്ക് കൊടുക്കും. പിന്നെ ഒരു വയറുള്ളത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. അത് നമ്മൾ നേരെ ഈ ബോർഡുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കില്ല, നമ്മളത് പുറത്തേക്കേ കൊടുക്കുള്ളൂ. സ്വിച്ച്, അതായത് ഈ മോട്ടർ, അതായത് നമ്മുടെ ഇൻവെർട്ടർ ഓൺ ഓഫ് ആക്കാനുള്ളതാണ്. ഹീറ്റ് സിങ്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കണം. ഇനി അത് ബാറ്ററിയിൽ നിന്ന് കൊടുക്കാനുള്ളതാണ്. ബാറ്ററിയുടെ വയറിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആ 2 ക്യാപ്പ് ഇടും. എന്നിട്ട് അത് ബാറ്ററിയുമ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യും. നമ്മൾ 200 ആംപിയറിൻ്റെ നമ്മൾ സോളാർ പവർ ഉള്ളതിൻ്റെ മുകളിലാണ് കൊടുക്കണം കേട്ടോ. 1.5 ബാറ്ററിക്ക് അല്ല കൊടുക്കുന്നത്. ആ നമ്മൾ ഈ കറുപ്പ് വയർ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യും, ആ ബോർഡുമ്പിൽ ഞാൻ നേരത്തെ കാണിച്ചൊരു നെഗറ്റീവ് ഉണ്ടല്ലോ അതിക്ക് കൊടുക്കും. കുറച്ച് കനം കൂടി തട്ടിരിക്കണത്. പിന്നെ ആ പോസിറ്റീവ് നമ്മൾ ചെയ്യണത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ അവിടെ 2 പിന്നോളം അടുത്തടുത്ത് കാണാം. ആ 2 മുകളിലേക്കും കൊടുക്കും. അത് അതിൻ്റെ ഇന്നാണ്. അതേപോലെ തന്നെ ഇത് 2 ഇത് മോസറ്റ് വഴി വരുന്ന ആ ബോർഡ് വഴി വരുന്നതാണ്. അത് 2 എൻഡിലും കാണുന്ന 2 കുറ്റികളിലേക്ക് അത് കൊടുക്കുകയും ചെയ്യും. അതിനാണ് വയറിങ്. പിന്നെ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാനിൻ്റെ വയർ, അത് ബോർഡിൽ സ്ഥലമുണ്ട്. പ്ലസും മൈനസും കിട്ടുന്ന സ്ഥലമുണ്ട്. 12 വോൾട്ട് തന്നെയാണല്ലോ. അപ്പോൾ പ്ലസും മൈനസും കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഫാൻ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഒന്ന് നീട്ടിയിട്ട് നമ്മൾ ഡാഷ് ബോർഡിൻ്റെ അവിടെ എവിടെയെങ്കിലും കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ കൺട്രോളിങ്, അതായത് ഓൺ ഓഫ് സ്വിച്ച് മറ്റേ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഈ ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു സ്ഥലത്തേക്ക് വെക്കും. ഇത് ഇപ്പം അതിൻ്റെ ഇൻഡിക്കേഷൻ, അതായത് നമ്മളതിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ, അതായത് ചാർജ് ഉണ്ടോ ചാർജ് ഇല്ലേ അങ്ങനത്തെ LED ലൈറ്റുകൾ എത്തും. അപ്പോൾ അതിൽ കൊടുക്കാനുള്ള സ്റ്റിക്കറാണത്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണില്ല. നമ്മളെന്താ വെച്ചാൽ LED ലൈറ്റുകളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മൾട്ടിവുഡ് കൊണ്ട് ഒരു ബോക്സ് അടിക്കുന്നുണ്ട്. ഇത് പുറത്ത് കാണാത്ത, ഈ ബോക്സ് പുറത്ത് കാണാത്ത തരത്തിലൊരു ബോക്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂടെ നമ്മൾ വയർ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് നീട്ടി വെക്കുക ലൈറ്റുകളൊക്കെ. എന്നിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്കർ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കണില്ല. ഇവിടെ കൊടുക്കാതെ നമ്മൾ അവിടെ കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻവെർട്ടർ. ബാറ്ററി വയർ അത് കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അതും കൂടി കൊടുത്താൽ എന്ത് ചെയ്തു, അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ സോൾഡർ ചെയ്യാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഡക്ഷൻ കുക്കറായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.